ഞാനിപ്പം ഈ സർക്കാരൊക്കെ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങണേ? ഈ ഭാഷയൊക്കെ എന്ന് പറയുമ്പോൾ ഇതന്നെ അവർക്കൊരു വേറൊരു നീതി, മറ്റുള്ളവർക്ക് വേറൊരു നീതി, ഇങ്ങനെയാണോ ഈ നാട്ടിൽ നടക്കണത്? നമ്മുടെ ഈ കേരളത്തിലും ഈ ഇന്ത്യയിൽ ഇങ്ങനെയാണോ നടക്കണത്? ഒരാൾക്ക് വേറൊരു നീതി, മറ്റുള്ളവർക്ക് വേറൊരു നീതി, ഇങ്ങനെയൊക്കെ നടക്കാനാണോ ഈ സർക്കാരിനെ കയറ്റുന്നത്? ആണോ ഈ സർക്കാർ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങണേ? സർക്കാരൊന്നും അറിഞ്ഞില്ല. അത് പണം മേടിച്ചിട്ടായിരിക്കും, ഇവരുടെ പൈസ മേടിച്ചോണ്ടുള്ള ഇടപാടല്ലേ ഇവരെ. അല്ലെങ്കിൽ പിന്നെ ഇവർ ഇതിന് നീതിയില്ലേ? ഒന്നും അറിയാമേ, ഒരു തെറ്റും ചെയ്യാൻ നടക്കുന്നവരെ പിടിച്ചോണ്ട് പോകണുണ്ടല്ലോ. ഒരു തെറ്റും ചെയ്യാൻ നടക്കുന്നവരെ കള്ളക്കേസുണ്ടാക്കി പിടിച്ചുകൊണ്ട് ജയിലിലിടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള അയാളെ പറയണത് എന്നതാ, അയാൾ ചെയ്യണത് എന്നതാ? ഒരു മനുഷ്യൻ അവിടെ കിടന്ന് പൊളയണോ? അതിൻ്റെ വായിലേക്ക് പോയി ഇരുന്നിട്ട് എന്തോ പറയണോ, ഉപദേശം കൊടുക്കണോ? ഏതോ ഒരു മനുഷ്യൻ, ഏതോ ഒരു ഇത് മതം മാറാൻ വന്ന പിന്നെ വേറൊരു മനുഷ്യൻ, ഒരു മുസ്ലിമാന്ന് തോന്നുന്നു, അതൊക്കെ നിന്നുകൊണ്ട് കരയണു. ഇവർക്കൊക്കെ എന്നാ വല്ല വട്ടുണ്ടോ? വല്ല അസുഖമൊക്കെ ഉണ്ടെങ്കിൽ വല്ല ഊളംപാറയും കൊണ്ട് ഇടാൻ നോക്കണം. അല്ലാതെ ഇങ്ങോട്ടൊന്നും പോയിട്ട് കാര്യമില്ല. അവിടെ അയാൾ പണം ഉണ്ടാക്കാനിരിക്കണം, അല്ല ചുമ്മാ ഇരിക്കണമെന്നല്ല. ഈ ഒന്നുമില്ലാതെ വന്നവന് ഈ കോടി എങ്ങനെയുണ്ടായി? അത് കേന്ദ്ര സർക്കാർ ഇത് അന്വേഷണം വെക്കണം. ഈ കോടി രൂപ എവിടുന്നുണ്ടായി, ഇത് ഏത് ഐറ്റത്തിൽ വന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാർ ഇത് അന്വേഷണം വെക്കണം. കേന്ദ്ര സർക്കാർ ഇത് കണ്ടുപിടിക്കണം. ഇയാളുടെ തൊഴിലെന്നാ? ഇയാൾക്ക് എന്നാ തൊഴിൽ? നാട്ടുകാരെ പറ്റിച്ച് പണം ഉണ്ടാക്കണം, എന്നിട്ട് മതം മാറ്റിയെടുക്കണം. എന്നത് കുറേ ജനങ്ങളുണ്ട്, എന്തെങ്കിലും കേട്ടേച്ച് അങ്ങോട്ട് പോയി ചാടി മറിയുന്നവരുണ്ട്, ഒരു വിവരവും ഇല്ല, ബോധവും ഇല്ലാതെ. എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ ഏകോപകൾ, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ചേച്ചി അങ്ങനെയാണ്, ഇതാണ്, അതാണ് ചേച്ചി, ഇത് കഴിഞ്ഞുള്ളൂ, വേറെ എല്ലാം ഇതാണ് ചേച്ചി, സ്വർഗത്തിലേക്ക് പൊക്കോളും, അവിടെ പൊക്കോളും, ഇവിടെ പൊക്കോളും എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരുന്നുകൊണ്ട് എന്നെ ഉപദേശിക്കാൻ വന്നു. ആദ്യം ഞാനിതെല്ലാം കുറേയൊക്കെ കേട്ടോണ്ടിരുന്നു. ഇവർ എന്താ പറയണമെന്ന് അറിയണമല്ലോ. കേട്ടോണ്ടിരുന്നു. അത് ഞാൻ അറിയുന്നവരൊക്കെയാണ്. കുറച്ച് നേരമൊക്കെ കേട്ടോണ്ട് അത് കഴിഞ്ഞ് ഞാൻ കുറേ അങ്ങ് പറഞ്ഞു. ഞാൻ ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ വന്നിരുന്നല്ലേ, ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു. വേണ്ട, ചായ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്നെ ഉപദേശിക്കുവാണ്. അത് കുറേ ആയി കേട്ടോ, ഇപ്പോഴൊന്നും അല്ല, 5-8 കൊല്ലമായി എന്നെ ഉപദേശിക്കുവാണ്. അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു, കുറേയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു, നിങ്ങളെന്താ വിചാരിക്കണേന്ന് ചോദിച്ചു. നിങ്ങളിങ്ങനെയല്ലേ ഈ ജനങ്ങളെയെല്ലാം പോയി പറഞ്ഞ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെയുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്രിസ്ത്യാനികളെ ഇവരിങ്ങനെ പറഞ്ഞ് യഹോവയെ പോയി കൂടി, എന്നിട്ട് ഇന്നാൾ ആ മനുഷ്യൻ മരിച്ചിട്ട് പട്ടിയെ കൊണ്ട കുഴിച്ചിടുന്ന പോലെ ഒരു കാട്ടിക്കൊണ്ട കുഴിച്ചിട്ടിട്ട് വന്നാൽ അവർക്ക് പിന്നെ ഒന്നും ചെയ്യണ്ടെന്നാണ് പറഞ്ഞു. ഒരു വകയും വേണ്ടാന്ന് പറഞ്ഞു. അതാണ് ഇവരുടെ ഈ യഹോവയുടെ പണി. കാട്ടിക്കൊണ്ട് ഇവിടെ കണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് കുഴിച്ചിട്ട്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു, അവിടെ കൊണ്ടേ കുഴിച്ചിട്ട് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അവർക്ക് എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത് മക്കളൊക്കെ. എന്നിട്ട് അങ്ങനെയുള്ളൊരു കൂട്ടം അവരുടെ ആൾക്കാരെല്ലാം മരിച്ചപ്പം ആൾക്കാരൊക്കെ വന്നു. എന്നുവെച്ചാൽ നമ്മൾ അറിയുന്നവരൊക്കെയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവർ, അപ്പുറം ഒക്കെ ഉള്ളവരാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇവർ ഗോപയുള്ള അവർക്ക് സുഖമില്ലാഞ്ഞിട്ട് അവർ പോയി ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി അവർ കൂടിപ്പോയതല്ലേ എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഈ പാസ്റ്റർ ഒരു കാര്യം ചെയ്യാൻ നോക്കാം. പാസ്റ്ററുടെ മറ്റുള്ള ജാതിക്കാരെ നിങ്ങൾ മതം മാറ്റാൻ നടക്കാണ്ടും പ്രാർത്ഥനയിൽ കൊണ്ടാക്കാണ്ടും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. എന്നൊരു നിങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ ഉണ്ടാക്കുക, അല്ലാതെ മറ്റുള്ളവരെ നിങ്ങൾ ഉണ്ടാക്കാൻ നടക്കല്ലേ. നിങ്ങൾ ഹിന്ദുക്കളെ ഒത്തിരി ക്രിസ്ത്യാനികൾ മാറിപ്പോയിട്ടുണ്ട്. എൻ്റെ അറിവിലുള്ളവർക്ക് ഒത്തിരി പേരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് മേരി ചേച്ചി, എൻ്റെ അപ്പ എങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നതെന്നറിയാം. ഞാനും എൻ്റെ മേരി ചേച്ചിയായിട്ട്. ചേട്ടൻ മരിച്ചുപോയി. അവരിപ്പോൾ യഹോവയിൽ പോയി. പിള്ളേരൊന്നും പറഞ്ഞിട്ട് അവർ കേൾക്കുകയില്ല. അവരുടെ വീട്ടിൽ ഉപദേശിക്കാൻ വന്നു. ഇത് കേട്ട അതാ കൂടെ പോയി. എന്നിട്ട് ഇന്നാളെങ്ങാണ്ട സ്ഥലം വിറ്റ് കാശും കൊണ്ട് ചെല്ലാൻ പറഞ്ഞവരെ. സ്ഥലം വിൽക്കാനായിട്ട് തള്ള ഇന്നാൾ വെച്ചെന്ന്, അല്ലാതെ ചിലവും പോക്കൊന്നുമില്ല.
ചെന്നപ്പോൾ ഞാൻ ഇന്നാൾ മോനെ കണ്ടപ്പോൾ, മോനെന്നെ ഞങ്ങൾ വിളിക്കണേ, മോനെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ വരുന്നുണ്ടോ മോനെ, അമ്മ എവിടെയാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചു. ഫോൺ വിളിച്ചാലൊന്നും എടുക്കുകയില്ല. അത് പിന്നെ എന്നെ ഫോൺ എടുക്കുകയൊന്നും ചെയ്യില്ല. ഞാൻ എന്നോട് പറയുമ്പോൾ എന്നോട് കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു, അയ്യോ അങ്ങനെ പോയാൽ ഇങ്ങനെയാണ്. എൻ്റെ മേരി ചേച്ചി എന്താ മേരി ചേച്ചി ഈ പറയണേന്ന് ചോദിച്ചു. മേരി ചേച്ചിക്ക് ഇത്രയും പ്രായമില്ല, ഇങ്ങനെയൊക്കെ ബോധമില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചു. അന്നേരം മേരി ചേച്ചി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നോട് ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ മേരി ചേച്ചി ആ വഴിക്ക് പോയി. മക്കളാണ് നല്ല നിലയിൽ കഴിയണ, ഒരാണും ഒരു പെണ്ണുമാണ്. മകള് ഓസ്ട്രേലിയയിലാണ്. ഇവരെ എത്ര നിർത്ത് കൊണ്ടുപോയതാണെന്നറിയാം അവിടെ. എന്നിട്ട് ഒന്നാന്തരം വീട് ഇവിടെ മേടിച്ചിട്ടിട്ടുണ്ട്. അമ്മ അവിടെ നിന്നോ, അമ്മയ്ക്ക് വേലയ്ക്ക് ആളെയും വെച്ചോളാം, രൂപ അയച്ചു തന്നോളാം. അവിടെ കൊണ്ട് 1 കൊല്ലം 6 മാസമൊക്കെ പോയി പലതവണ പോയി നിന്ന് പെറുക്കിയിട്ട് വന്നതാണ്. കടലിൻ്റെ അടി പുറ്റ് കാണിക്കാൻ വരെ ഈ മേരി ചേച്ചിനെ ആ മകൾ കൊണ്ടുപോയതാണ്. എന്നിട്ട് അവരെയൊക്കെ ഇതാക്കിയിട്ട് കാണാതെ ഇപ്പം ആ തള്ള എവിടെയെങ്ങാണ്ടൊക്കെ ഈ പാർഷയുടെ കൂടത്തിൽ പോയി കഴിയണം. അവിടെ എന്നെ നല്ലതാന്ന് ഓർത്തോണ്ടാണോ ഈ പാർഷൊക്കെ? കൊച്ചു പിള്ളേരെ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള കൊച്ചു 14-15 വയസ്സുള്ള അവരെ തള്ളേന്നൊക്കെ കൂടി കടന്നു. ഇപ്പോൾ അവിടെ തിരിച്ചു പോന്നു, മകളെ വേണം. അങ്ങനെ വന്നപ്പോൾ അവർ തിരിച്ചു പോന്നു. എന്നിട്ടിപ്പോൾ പെണ്ണിനെ അവർ കല്യാണം കഴിച്ച് വിട്ടു. അതാണ് പാർഷ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ നല്ല ദൈവത്തെ ഓർത്ത് നിങ്ങൾ ജീവിക്കാൻ നോക്കുക. ഒന്നും നമുക്ക് പോകണ്ടെന്നേ, നമുക്ക് ദൈവത്തെ ഓർത്ത് നമ്മൾ ജീവിക്കുക, മറ്റുള്ളവരെ ചതിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, പരദോഷണം പറയാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യുക. വേറെ എങ്ങും നമ്മൾ പോകണ്ട, ഒരു അമ്പലത്തിലും പോകണ്ട, ഒരു പള്ളിയിലും പോകണ്ട, ഒന്നും വേണ്ട. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രം നമുക്ക് മതി. ചിലപ്പം നല്ലത് വരും, ചിലപ്പോൾ ചീത്തയായിരിക്കും. അത് നമുക്ക് ദൈവം തന്നേക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നമ്മൾ അവിടെ പോയാൽ കിട്ടും, ഇവിടെ പോയാൽ കിട്ടും, അങ്ങനെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. ചുമ്മാ പേരുദോഷം ഉണ്ടാകാമെന്നും ഈ ചീത്തക്കട നടക്കാമെന്നും മാത്രമേ ഉള്ളൂ. അത് സർക്കാരിനോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഭാഷയെ നിലയ്ക്ക് നിർത്തണം, കേസെടുക്കണം. നിങ്ങൾ കേസെടുക്കണം. സർക്കാരിനെ കയറ്റിവിട്ടതേ പണം മേടിച്ച് കീശയിലിട്ടോണ്ടേ ഒത്താശ കളിച്ച് നടക്കാനല്ല ഈ ജനങ്ങളെ കയറ്റിവിട്ടേക്കണം. ഇവിടെ എല്ലാ ജനങ്ങൾക്കും താമസിക്കണം, ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സർക്കാരിനെ ജനങ്ങളെ കയറ്റിവിട്ടേക്കണത്. അല്ലാതെ പണം മേടിച്ച് കൈശയിൽ വെച്ചോണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കാനൊന്നും അല്ല. തെറ്റ് ചെയ്താൽ അത് ആരാണേലും തെറ്റ്. ഒരു തെറ്റും ചെയ്യാത്തവനെയാണല്ലോ സൂതനെ പിടിച്ച് കാപ്പ ഉണ്ടാക്കി ഇട്ടേക്കണം. അവൻ ഏത് പെണ്ണിനെ പഴിപ്പിച്ചേക്കണേ? എത്ര പെണ്ണുങ്ങളെ അവൻ പഴിപ്പിച്ചിട്ടുണ്ട്? അത് തെളിവ് കൊണ്ടുപോവാ. എത്ര പെണ്ണുങ്ങളെ പഴിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ. എത്ര അടുത്തവന് പിള്ളേരുണ്ട്? കള്ളക്കേസുണ്ടാക്കി ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടക്കണു. LDF UDF കട ഒരു ചവരിനാഥ്. അവനൊക്കെ കാലങ്ങൾക്ക് മുമ്പെല്ലാം പറ്റിച്ച് ഇങ്ങനെ കയറിക്കൊണ്ട് നടന്നു. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ തന്നെ ഇത്രയും നാൾ കടന്ന് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ജനങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇപ്പം ഈ 12 കൊല്ലം ആയതല്ലുള്ളൂ നരേന്ദ്രമോദി ഇരുന്ന് ഭരിക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ഭരിച്ചിട്ടില്ലല്ലോ, കുറച്ചല്ലേ അവർ ഭരിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേനും ഇത്രയൊക്കെ വികസനം വരാമെങ്കിൽ, ഇത്ര ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകാമെങ്കിൽ ഇതിന് മുമ്പ് എന്തുകൊണ്ടുണ്ടായില്ല? വേണ്ട, ഡൽഹിയിലൊക്കെ പോകുമ്പം കാണാം എവിടെയാ ജനങ്ങൾ ഓരോ ആവശ്യത്തിന് ഇരിക്കണേന്ന്. വെള്ളമില്ല, വീടില്ല, വഴിയില്ല, ടോയ്ലറ്റില്ല, ഒന്നുമില്ല. അവിടെയാണിപ്പം ഉണ്ടാക്കി കൊടുത്തേക്കണത് എല്ലാ ജനങ്ങൾക്കും. എത്ര കോടി വീടുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 കോടി മിച്ചം വീടുകൾ, കുറച്ച് മറന്നുപോയി വീടുകൾ. 11 കോടി മിച്ചം ടോയ്ലറ്റ്. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ ആരും ഭരിച്ചിട്ടില്ലേ? അപ്പോൾ ഇവരെന്താ കൊടുത്തോണ്ടിരുന്നത്? ഇവരെന്ത് കൊടുത്തു? അത് പൊതുജനം മനസ്സിലാക്കുക, പൊതുജനം ചോദിക്കുക, ഇവരെന്ത് കൊടുത്തു എന്നോ? ഈ 10-65 കൊല്ലം ഭരിച്ചിട്ട് ജനങ്ങൾക്ക് എന്ത് കൊടുത്തു? അപ്പോൾ അവിടെയൊക്കെ ഉള്ളവരെങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ടാണ് പിന്നെ നിങ്ങൾ കയറ്റാൻ നോക്കണം. നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം. എന്നിട്ട് നല്ല ഭരണക്കാർ കയറാൻ. ആരാ നല്ല ഭരണക്കാർ ഇരിക്കണേ? ആരാ ഇന്ത്യ ഭരിക്കാൻ കഴിവുള്ളവൻ? ഏതവനാ ഇരിക്കണം അവിടെ? നരേന്ദ്രമോദിയുടെ കഴിവൊന്നും ഒരുത്തനും ഉണ്ടാവില്ല ഇനി ഭരിക്കാനിരിക്കുന്നുണ്ട്. പണ്ട് ജനങ്ങൾക്ക് ഇത്രയൊന്നും അറിയത്തില്ലായിരുന്നു. ജനങ്ങൾക്ക് വിവരമില്ലായിരുന്നു, ജനങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, മാധ്യമങ്ങളില്ലായിരുന്നു, വാർത്തയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ആരോ ഒന്ന് പറയുന്നത് അത് കേൾക്കും, അവിടെ കൊണ്ട് കുത്തും, അത്ര ഉണ്ട്. ഇന്നിപ്പോൾ അതല്ല ജനങ്ങൾക്ക്. ഇന്ന് എല്ലാം കാണാനും കേൾക്കാനും, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അവസരമുണ്ട്.
അതനുസരിച്ച് അവർ ചെയ്യുക. ഇപ്പോൾ ഉണ്ട് എത്ര വികസനമാണ് വരുന്നത്. എന്താണ് അവിടെയൊക്കെ ചെന്ന് കാണുക. 8 മണിക്കൂറും കൊണ്ട് പോകേണ്ട സ്ഥലത്തൊക്കെ 2 മണിക്കൂറും കൊണ്ട് മുംബൈക്ക് പോകാം. എന്താണ് വികസനം വരുന്നത്, എന്താണ് നടക്കണത്, അതൊക്കെ കാണാൻ പള്ളിയിലച്ഛന്മാരും കുറേ ശ്രദ്ധിക്കണം. പള്ളിയിലച്ഛന്മാർ ഒത്തിരി ശ്രദ്ധിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങടെ അച്ഛന്മാരും കൂടെ കൂടി ചെയ്യണം. അല്ല അച്ഛന്മാർക്ക് മാത്രമായിട്ട് ചെയ്യരുത്. അച്ഛന്മാർക്ക് മാത്രമായിട്ട് ചെയ്യരുത്, പള്ളിക്ക് മാത്രമായിട്ട് ചെയ്യരുത്. ജനങ്ങൾക്ക് എല്ലാവർക്കും ഗുണം കിട്ടേണ്ട രീതിയിൽ ഇങ്ങടെ അച്ഛന്മാരും കൂടെ കൂടി ചെയ്യണം. ഭരണക്കാർ മോശമായിട്ട് ചെയ്യണത് അത് ഏത് ഭരണക്കാരാണെങ്കിലും ഏത് ഭരണക്കാരാണെങ്കിലും അത് നമ്മൾ കുറ്റം പറയണം. അത് നന്നാക്കാൻ നമ്മൾ നോക്കണം. അവരെ നമ്മൾ നന്നാക്കാൻ നോക്കണം. നമ്മൾ പറഞ്ഞെങ്കിൽ അവർ നന്നാകും. അപ്പോൾ അവരെ നന്നാക്കണം. ഇപ്പോൾ LDFന് ചാർജ് കിട്ടും. അവർക്ക് കുറേ കൂടെ നന്നാകാൻ അവസരം കൊടുത്തു. ആ അവസരം കൊടുത്തത് അവർ എടുക്കുക. അവസരം കൊടുത്ത് അവരെടുക്കുക, അത്രേ ഉള്ളൂ. നല്ല പറഞ്ഞു. ഇത് തന്നെയല്ല, ഇപ്പം നമ്മുടെ തൊടുപുഴയുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, അവിടെ ഭരിക്കണതും നമ്മൾ ശ്രദ്ധിക്കണം, പൊതുജനം ശ്രദ്ധിക്കണം. അവിടെ ഇപ്പോൾ അങ്ങോട്ട് 5-6 BJPക്കാരുണ്ടെന്ന് കേൾക്കണം, എനിക്കറിയത്തില്ല. പക്ഷേ അവരവിടെ തന്നെ കുത്തിയിരുന്നാൽ പോരാ. അവരവരുടെ വാർഡിൽ മാത്രം ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർഡിൽ കൊണ്ട് എന്തെങ്കിലും ഇച്ചിരി കൊടുത്താൽ പോരാ. മറ്റൊരും കൂടെ അന്വേഷിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ജയിച്ചാൽ മാത്രം ഞാൻ എന്തെങ്കിലും ഇച്ചിരി തൊട്ട് കേൾപ്പിച്ച് കൊടുക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. മറ്റുള്ളവർക്കും കൂടെ ഗുണം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം. അവിടുത്തെ കാര്യം നിങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ ആ ഒരു വട്ടം മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ പോരാ. നിങ്ങൾ അതും കൂടെ ചിന്തിക്കുക. മുനിസിപ്പാലിറ്റിയൊക്കെ എങ്ങനെയാണ് ഇപ്പം തിരുവനന്തപുരം മാത്രമല്ലേ നമ്മൾ വെളിയിൽ വന്നിട്ടുള്ളൂ. അത് അവർ കയറിക്കൊണ്ടല്ലേ വെളി വന്നേക്കണേ, ആണുങ്ങൾ കയറിക്കൊണ്ടല്ലേ വെളി വന്നേക്കണേ. അല്ലെങ്കിൽ കയറി വരില്ലല്ലോ, അങ്ങനെ അങ്ങ് പോകില്ലായിരുന്നു. ജനങ്ങൾക്ക് എന്തറിയായിരുന്നു. അതുപോലെ മറ്റെല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്. അതുകൊണ്ട് പൊതുജനം ഇത് ശ്രദ്ധിച്ച് പാർട്ടിക്കാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, BJPയുടെ ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അതുപോലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. BJPയുടെ ആൾക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നവർ നിങ്ങൾ നടന്നാൽ പോരാ, നിങ്ങൾ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണം. ജനങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ഗുണങ്ങട ചെയ്യാൻ നിങ്ങൾ നോക്കണം. ഞാൻ BJP ആണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നിട്ട് കാര്യമില്ല. അതല്ല ചെയ്യേണ്ടത്. നമ്മൾ എല്ലാവരെയും തുല്യമായിട്ട് കാണുക, എല്ലാവർക്കും കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുക. ഇന്നാർക്കൊന്നൊന്നുമില്ല, എല്ലാവരും തുല്യമായിട്ട് കണ്ടാൽ മതി. പ്രത്യേകിച്ച് ആരെയും കാണണമെന്നൊന്നുമില്ല. എല്ലാവരും തുല്യമായിട്ട് കാണുക, അവരുടെ ശേഷി അനുസരിച്ച് കാണുക. അതുപോലെ തന്നെ ഇപ്പം ഈ ബസ്, ആ ബസ് യാത്ര ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ പോണേ, എന്നും പോണേ ജോലിക്കാരല്ലേ പോകണുള്ളൂ, അല്ലാത്തവരാരും പോകുന്നില്ലല്ലോ. ഇതുവരെ ഞാൻ ഒരു ദിവസം പോലും പുറത്തു പോയിട്ടില്ല. ഈ ഫ്രീ വണ്ടിയിലൊന്നും ഞാൻ കയറിയിട്ടില്ല. അതുപോലെ എന്തേരം പേരുണ്ട്, അത്യാവശ്യമുള്ളവർ മാത്രം പോകും. ഇത് ഫ്രീ എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ കയറി പോകുന്നവരുണ്ട്. വീട്ടിലൊരു പണിയില്ലായിരുന്നിട്ട് വെറുതെ കയറി പോകുന്നവരുണ്ട്. അത് ഈ മറ്റു ബസ്സുകാരെ നിങ്ങൾ കഞ്ഞി മുട്ടിച്ചില്ലേ? മറ്റു ബസ്സുകാരുടെ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? നിങ്ങൾ ഭരിക്കാൻ കയറിയവരില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? പ്രൈവറ്റ് ബസ്സുകാർ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അവരെത്ര പേര് അവിടെ ജോലിക്കാരുണ്ട്. ട്രാൻസ്പോർട്ടിൽ തന്നെ 2 പേരല്ലേ ജോലിക്കാരുള്ളൂ. അതിൻ്റെ അകത്ത് എത്ര പേര് ജോലിക്കാരുണ്ട്? അവർക്ക് കഞ്ഞി വെക്കണ്ടേ? നിങ്ങൾ എന്തുകൊണ്ട്? നിങ്ങൾ അതല്ലായിരുന്നു ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം ഉണ്ടാവും. ഏറ്റവും വലുത് നമുക്ക് ഭക്ഷണമാണ് വേണ്ടത്. വണ്ടിക്കിപ്പോൾ നമ്മൾ ആവശ്യത്തിന് പോകാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ കൊടുക്കേണ്ടത് എന്നായിരുന്നു? നമ്മൾ ഭക്ഷണത്തിൻ്റെ ഉള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നാ കേന്ദ്രം ഇപ്പം അത്ര അരി തരുന്നുണ്ട്. ഒരാൾക്ക് 4 കിലോയും 2 കിലോയും ഒക്കെ അല്ലേ ഉള്ളൂ കേന്ദ്രം തരുന്ന അരി. നിങ്ങളൊരു 5 കിലോ അരി ഒരാൾക്ക് വെച്ച് ഞങ്ങളുടെ വക കേരളത്തിൻ്റെ വക ഒരു 5 കിലോ അരി ഉണ്ടെങ്കിൽ ഫ്രീ കൊടുക്കുവാണ് എന്ന് നിങ്ങൾ പറയാൻ മേലായിരുന്നോ? ഈ വണ്ടി ഫ്രീ അല്ലാതെ അതെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ഇപ്പം നിങ്ങൾ അരിയൊന്നും നിങ്ങൾ തരുന്നില്ലല്ലോ. നിങ്ങളുടെ പൈസക്കല്ലല്ലോ അരി തരുന്നത്. ഇത് കേന്ദ്രമല്ലേ അരി തരുന്നത്. അപ്പം നിങ്ങൾ എന്ത് തരാനാണ് നിങ്ങൾ കയറുന്നത്? നിങ്ങൾ ഫ്രീ വണ്ടിക്ക് മാത്രം മറ്റുള്ളവരെ കഞ്ഞി മുട്ടിച്ചിട്ട് ഇതിനാണ് നിങ്ങൾ കയറുന്നത്. നിങ്ങൾ അത് ചിന്തിക്കുക. നിങ്ങൾ ഇനി അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവർക്കും ജീവിക്കണം, അവർക്കും ജീവിക്കണം, മറ്റുള്ളവർക്കും ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് ജീവിക്കണം. ഇവിടെ ഇപ്പോൾ എന്താണ് കുറേ ജാതി, കുറേ മതം, ഇത് മാത്രം കുത്തിപ്പൊക്കണ കേൾക്കാം. ഒരു ചാനൽ ചർച്ച വന്നാലും ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചാനൽ ചർച്ചയിൽ അതിൽ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് മാത്രമേ അവൻ പഠിച്ചിട്ട് വന്നിരുന്ന് പറയുന്നുണ്ട്. ബാക്കിയൊക്കെ കുറേ ആൾക്കാർ ചുമ്മാ വന്നിരുന്നത് ഈ LDFിൻ്റെയും UDFിൻ്റെ ഒക്കെ വന്നിരുന്ന ഒരാളാണെങ്കിൽ ഭയങ്കര ചൂടായിട്ട് പറയുന്ന കേൾക്കാം. UDFിൻ്റെ ഒരാളിരുന്നുണ്ട്
കുന്തം ഒന്നും അറിയത്തുമില്ല. പണ്ടോ അങ്ങനെ ആയിപ്പോയി. പണ്ടൊക്കെ നന്നായിട്ട് ഭരിച്ചായിരുന്നെങ്കിൽ ഈ കാശ്മീരൊന്നും ഈ പടയും യുദ്ധമായിട്ട് ഇതൊന്നും ഇങ്ങനെ വരില്ലായിരുന്നോ? ഇതെല്ലാം നമ്മുടെ സ്ഥലമല്ലായിരുന്നോ ഈ കാശ്മീരൊക്കെ? അന്ന് എന്തുകൊണ്ട് അന്ന് പറഞ്ഞതല്ലേ കാശ്മീർ നമ്മുടെയാണ്, ഇത് പിന്നീട് വല്ലാത്ത ഭവിഷ്യത്തുണ്ടാകുമെന്ന് അന്ന് പറഞ്ഞില്ലായിരുന്നു? അന്ന് എന്തുകൊണ്ട് നെഹ്റു കേട്ടില്ല? നെഹ്റുവിന് അന്നേരം കുറേ വോട്ട് കിട്ടണം, വോട്ട് ബാങ്ക്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലും വന്നേക്കണു കുറേ വോട്ട് ബാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നല്ല മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. നമുക്കത് മാത്രം പറയാം, നമുക്ക് ഇന്ത്യ ഉണ്ടെങ്കിലേ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് നല്ല മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ ഒത്തിരി നല്ലതുണ്ട്, നമ്മുടെ സ്വന്തത്തിൽപ്പെട്ടവർ പോലും മുസ്ലിങ്ങളുണ്ട്. നിങ്ങളത് ഓർക്കണം. മുസ്ലിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുക, നല്ലത് ചെയ്യുക. നമുക്ക് അതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ നിങ്ങൾക്കൊരു സ്ഥലം, ഞങ്ങൾക്കൊരു സ്ഥലം, ക്രിസ്ത്യാനിക്കൊരു സ്ഥലം, അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും ഒരിടത്തേക്കേ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങളതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക, നന്നായിട്ട് ജീവിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ചാവക്കാട് കിടക്കുന്ന മനുഷ്യർ ഇത്ര വിവരം കെട്ടവരാന്നുള്ളത് മനസ്സിലായില്ലായിരുന്നു. ഇത്രയും വിവരം കെട്ടവരാണ് ചാവക്കാട് മുസ്ലിങ്ങൾ മാത്രം കണ്ടാന്ന് തോന്നുന്നു. പക്ഷെ അവരവിടെ പറഞ്ഞ വാക്ക്, ഒരു മനുഷ്യൻ പണിക്ക് ചെല്ലുന്നു. ഇപ്പോൾ വേറെ ആളെ ടെൻഡർ എടുത്തേക്കണേ. ഒരു മനുഷ്യൻ പണിക്ക് ചെന്നപ്പോൾ കയ്യിൽ അയാൾ ചരട് കെട്ടിയിട്ടുണ്ട്, ഒരു ചന്ദനക്കുറിയും തൊട്ടിട്ടുണ്ട്. ഇത്രയും തെറ്റാണ് അയാൾ ചെയ്തേക്കുന്നത്. അയാളുടെ പണിയല്ലേ ഇവർ കാണേണ്ടത്, അല്ലാതെ പിന്നെ ചരടും ഇയാളുടെ ചന്ദനമാണ് ഇവർ കാണേണ്ടത്. എന്നിട്ട് ചരട് കെട്ടിയിട്ടുണ്ട്, ചന്ദനം തൊട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വരണ്ടാന്ന് പറഞ്ഞവരോട്, പണിയാൻ വരണ്ടാന്ന് പറഞ്ഞു. മുസ്ലിങ്ങളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, ചാവക്കാടുള്ളവരെ. മനസ്സിലായോ? ഇതൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുക, കുറെ അങ്ങ് എടുക്കുക. ചാവക്കാടുള്ളവരെ പറഞ്ഞ വാക്കാതെ. അങ്ങനെയാണോ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്? ചരട് കെട്ടിയൊന്ന് പണി ജീവിക്കണ്ടേ? അവന് കഞ്ഞി വെക്കണ്ടേ? നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ തുടങ്ങണേ? ഒരു നാട്ടിൽ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഇപ്പോൾ കുറേ നാളായുള്ളല്ലോ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. ഇതുപോലെ കുറേ പേർക്ക് നരേന്ദ്രമോദിനെ പിടിച്ച് താഴെ ഇറക്കണം, എന്നിട്ട് തീവ്രവാദം വളർത്തണം, തീവ്രവാദിനെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇന്ത്യ നശിപ്പിക്കണം. ഇതൊക്കെ മാത്രമല്ല നിങ്ങളുടെയൊക്കെ ചിന്തയുള്ളൂ. അല്ലാത്തവർ ഈ ചരട് കെട്ടി ചന്ദനം തൊട്ടൊന്ന് പറയൂ. അപ്പം നിങ്ങൾ ശരിക്കും തീവ്രവാദികളായിട്ടല്ലേ നിങ്ങളാ പറഞ്ഞ വാക്ക്? നിങ്ങളെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങളങ്ങനെയല്ലല്ലോ. ഞങ്ങൾ എല്ലാ കടയിൽ നിന്നും സാധനം വാങ്ങും, എല്ലാ മനുഷ്യരും ഒരുപോലെ കാണും. അല്ല മുസ്ലിമിൻ്റെ കടയാണ്, അവിടുന്ന് മേടിക്കില്ല. അല്ല അവിടെ ഒരു ഹിന്ദു ഉണ്ട്, അവിടുന്ന് മേടിക്കുക. അല്ല ഒരു ക്രിസ്ത്യാനി ഉണ്ട്, അവിടെ. അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യില്ല. നിങ്ങൾ തന്നെ ഇങ്ങനെ തുടങ്ങണേ? നിങ്ങൾ തന്നെ ഇന്ത്യയിലല്ലേ? ചാവക്കാടുള്ളവരായിട്ട് പറഞ്ഞത് മനസ്സിലായോ? ചാവക്കാട് എവിടെയാ? മധ്യപ്രദേശൊന്നും അല്ലല്ലോ. ചാവക്കാട് നമ്മുടെ കേരളത്തിലല്ലേ? പിന്നെ ഇവിടുത്തെ സ്വർണ്ണക്കാരും പറയുമ്പം, അമ്പലക്കൊള്ള പറയുമ്പം ഇപ്പം നേരെ പോണത് അയോധ്യയിലേക്കാണ്. അയോധ്യയിലെ സ്വർണം കട്ടെങ്കിൽ അതവിടെ സ്വർണ്ണമല്ല, പണമല്ല, എന്തു സാധനം കട്ടാലും അതവിടെ കൊണ്ടുവരാൻ പറ്റുന്നവരാണ് അവിടെ ഇരിക്കുന്നത്. ഒരു നട്ടല്ലല്ല, 4 നട്ടുള്ളവനാണ് അവിടെ ഭരിക്കുന്നത്. മനസ്സിലാക്കണം. യോഗിയാണോ കൊണ്ടുവന്നിരിക്കും, അവൻ്റെ വീടവിടെ കാണില്ല. ഇവിടുത്തെ പോലെ പൂത്തി വെച്ച് നടക്കുകയല്ല. ഇപ്പം കോൺഗ്രസ്സുകാർ ഇവിടുത്തെ സ്വർണം കട്ടിട്ട് അന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം അവരത് അനങ്ങുന്നില്ല. അപ്പം അവർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്നാലേ ഇപ്പം അതാ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് കട്ടതിൽ ഇവർക്കും പങ്കുണ്ട്. അല്ലെങ്കിൽ ഇവർ ഈ കേസ് തളിച്ചു വരണ്ടേ? CBI കേസ് വിടണ്ടേ? ഇവരെന്തുകൊണ്ട് വിടുന്നില്ല? CBI കേസ് വിട്ടില്ലെങ്കിൽ ഇവരിതിൻ്റെ അകത്തുണ്ട്. അത് ചിന്തിച്ചാൽ മതി. അല്ലാതെ അയോധ്യയിലേക്കല്ല പോകണ്ടേ. ഇവിടെ ചാനൽ ചർച്ച വരുമ്പോഴത്തേനും ഇവിടുത്തെ സ്വർണത്തിൻ്റെ കാര്യം പറയുമ്പോൾ, അമ്പലത്തിൻ്റെ കാര്യം പറയുമ്പോൾ നേരെ ഇപ്പോൾ അയോധ്യയിലേക്കാണ് പോകണേ. അയോധ്യ പോയിട്ടുണ്ടെങ്കിൽ അതവിടെ കൊണ്ടുവന്നിരിക്കും. അയോധ്യയിൽ ഓരോരുത്തരും കൊണ്ടുപോകുമല്ലോ അവിടുന്ന്. അവനവിടെ ജീവിച്ചിട്ട് വേണ്ട, ഇനി അവനവിടെ വീട് വെച്ച് കിട്ടുവേണ്ടേ? അവനവിടെ താമസിപ്പിക്കില്ല. അത് അവിടെ ജാതി മതമൊന്നും അല്ല വേണ്ടത്. അവിടെ ജാതിയൊന്നുമല്ല. ഏതവൻ്റെ ആണേലും ഇനി അവനൊന്നും ഇല്ലെന്നേ. ഏത് പാർട്ടിയുടെ ആണേലും വേണ്ടെന്നേ. ഒരു പാർട്ടി അല്ലെന്നേ. കളവ് ചെയ്യുന്നവരെ അവനെയൊക്കെ അടിച്ച് പുറത്താക്കണം. അല്ലാതെ അവനെയൊന്നും ജീവിപ്പിക്കാൻ വിടുമല്ല വേണ്ടേ. അവൻ്റെ വീടെവിടെ ഉണ്ടാകരുത്. അത് യോഗി ചെയ്തോളും. യോഗിക്ക് ഒരു നട്ടല്ലല്ല, 4 നട്ടല്ലുള്ളവനാണ് ഭരിക്കുന്നത്. യോഗിയെപ്പോലുള്ളവർ
ഭരിക്കണം നാട് നന്നാണ്. അവിടെയൊക്കെ പണ്ടത്തെ പോലെയാണോ? നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. യോഗി ഭരിക്കുന്ന നാട് എന്ത് വികസനമാണെന്ന് പോയി കണ്ടിട്ട് വാ. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഭരിക്കുന്നത് പോയി കണ്ടിട്ട് വാ അവിടെയൊക്കെ. എന്നിട്ട് വേണ്ട നിങ്ങൾ വിവരം പറയാൻ ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് പച്ചക്കള്ളം പറയാൻ. മോദിയെ താഴെ ഇറക്കാൻ നടക്കണം. മോദിയെ താഴെ ഇറക്കും, നല്ല ഇറക്കിറക്കും. ജനങ്ങൾക്ക് കണ്ണും ചെവി ഇപ്പോൾ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മോദിനെയൊന്നും ഇപ്പം താഴെ ഇറക്കാൻ ആരും നോക്കണ്ട. ഒരു 50-30 കൊല്ലം മുമ്പ് എൻ്റെ ഭഗവാനെ ഈ നാടൊന്ന് ഭരിക്കാൻ, ഇന്ത്യ ഒന്ന് ഭരിക്കാൻ കയറിയിരുന്നെങ്കിൽ എത്രയോ സുന്ദരമായേനെ നമ്മുടെ ഇന്ത്യ. അത് ചിന്തിച്ചാൽ മതിയല്ലോ. ഞാനുണ്ടല്ലോ വാർത്തയൊക്കെ കാണുന്നുണ്ട്, പിന്നെ ഓരോ സ്ഥലത്ത് പോയി കാണുന്നുണ്ട്, പോയി കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര മനസ്സിലായത്. നേരത്തെ എനിക്ക് ഒരു ചുക്കും അറിയത്തില്ല. ഞാനിപ്പോൾ ചർച്ചകൾ കേൾക്കുന്നുണ്ട്. എല്ലാ ചർച്ചയും ഇച്ചിരിച്ചിട്ട് കേൾക്കും. അപ്പോൾ ഏത് ചർച്ചയാണ് മെച്ചമെന്ന് ഞാൻ കാണും. ഒരു ചാനലിൽ മാത്രമല്ല, എല്ലാ ചാനലും ഇട്ട് നോക്കും. നോക്കിയിട്ട് മെച്ചമുള്ള ചാനൽ വെക്കും. പച്ചക്കള്ളം പറഞ്ഞ ചാനൽ അപ്പം തന്നെ ഞാൻ മാറ്റും. കാശിന് വേണ്ടിയിട്ടിരുന്ന് പറഞ്ഞ ചാനലുകളുണ്ട്. ചാനലുകാരങ്ങനെയാവരുത്. സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുക, നല്ല വാർത്തകൾ കൊടുക്കുക. ജനങ്ങളെ തമ്മിൽ തല്ലിക്കണം ഒരു വാർത്തയും കൊടുക്കാതിരിക്കുക. ജനങ്ങളെല്ലാവരും ഒന്നായി ജീവിക്കാൻ നോക്കുക. എല്ലാവർക്കും വേണം, എല്ലാവരും ജീവിക്കണം. ഈ ചാവക്കാടുള്ള മനുഷ്യരെ പോലെ ഇനിയുള്ള മനുഷ്യർ നിങ്ങൾ ആകാതിരിക്കുക. ചാവക്കാടുള്ള മുസ്ലിം കുടുംബത്തിൽ ചെന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായേക്കണത്. അതൊക്കെ പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണോ? നിങ്ങളത് ചിന്തിക്കുക. മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കുക. നല്ല മുസ്ലിങ്ങൾ മനസ്സിലാക്കുക. അത് തെറ്റാണോ അത് ശരിയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ അങ്ങനെ നോക്കിയാണ് ഒരു കടയിൽ പോയി സാധനം മേടിക്കണേ? അല്ലല്ലോ. നമ്മൾ എല്ലാ കടയിലും കയറി സാധനം മേടിക്കണം. നമ്മൾ ഇന്ന കടയിൽ നിന്നൊന്നും നമുക്കില്ല. അങ്ങനെയൊക്കെ വേണം നമ്മൾ ജീവിക്കാൻ. അല്ല നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ആരും എങ്ങോട്ടും പോകണില്ല. ഓരോ സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുക. അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ പറയാം. നമസ്തേ.